ചേച്ചിയുടെ കരച്ചിലുണ്ടായിരുന്നോ? അത് കണ്ടില്ല, വന്നിട്ടില്ല. എനിക്ക് കുഴപ്പമില്ല, അയാളുടെ ഇഷ്ടത്തിന് നടക്കുക എന്നുള്ള ഒരു ഉണ്ട്. അതായത് പിള്ളേരും അങ്ങനെ തന്നെ ഉണ്ടാവും. പിന്നെ ഞാനായിട്ട് അതിനായിട്ട് നിൽക്കില്ല. അവര് ബുക്ക് ചെയ്യും, ഞങ്ങള് പിള്ളേരും ബുക്ക് ചെയ്ത് എപ്പോഴും. പിന്നെ ഞാനിവിടെ അയൽവക്കത്തെ പെണ്ണുങ്ങളെയൊക്കെ ആയിട്ട് ഞങ്ങൾ ഓട്ടോക്ക് സാധാരണ സിനിമ ആവുമെന്ന് പറയുമ്പോൾ നല്ല സിനിമ ഇത് എന്ന് പറയും. ഞങ്ങളെല്ലാ മിക്ക സിനിമയും കാണാറുണ്ട്. തിയേറ്ററിൽ ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ സെക്യൂരിറ്റി ചിരിയാവും, ഇത്രയും പേരെ കയറ്റിക്കൊണ്ട് വന്നത്. ഫാമിലി എന്നുള്ള സപ്പോർട്ടൊക്കെ എങ്ങനെയാ? അതാണ് എൻ്റെ വിജയം. എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. എല്ലാവരും അപ്പം തന്നെ ഏറ്റെടുത്ത് ഇവിടെ സ്പ്രെഡായ പോലെ. എൻ്റെ സെയിം ആരും പറഞ്ഞിട്ടില്ല, അറിയിച്ചില്ലായിരുന്നു എന്നെ. കട്ട് ചെയ്ത് കളഞ്ഞ എനിക്ക് അറിയില്ലായിരുന്നു. ഭയങ്കര വിഷമായി പോയി. ഞാനിങ്ങനെ എല്ലാവരോടും, നാട്ടുമ്പുറമല്ല, എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞു പോയി. നന്നായി ചെയ്ത് ചേച്ചെന്ന് പറഞ്ഞ് പിടിച്ച് ഷൈക്കാൻ്റെ എന്നിട്ട് പോയി. അപ്പം ഞാൻ എന്നെ ഇങ്ങനെ പിടിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പിടിച്ചു. അത്രയ്ക്ക് ഇങ്ങനെ. അപ്പോൾ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ് വണ്ടിയിലൊക്കെ ഇരുന്ന് ഞാൻ കരഞ്ഞോണ്ടാ പോന്നു. വീട്ടിലെത്തി കഴിഞ്ഞിട്ട് ഇവിടെ ഞാൻ വന്നില്ല. നമസ്കാരം. രേഖാചിത്രത്തിലെ ഒരു ഡിലീറ്റഡ് സീൻ ഇന്ന് സോഷ്യൽ മീഡിയ ട്രെൻഡിങ് ആണ്. സുലേഖ ചേച്ചിയുടെ സീൻ. ആ ചേച്ചിയുടെ വീട്ടിലാണ് നമ്മളുള്ളത്. ബാക്കി കാര്യങ്ങളൊക്കെ ചേച്ചിയോട് ചോദിച്ചറിയാം. ചേച്ചി, നമസ്കാരം. നമസ്കാരം. സുഖാണോ? പിന്നെ ഇപ്പൊ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കും. അതെ, കേറി വരും. ചേച്ചി, ഇന്നിപ്പോൾ ഡിലീറ്റഡ് സീൻ പുറത്ത് വന്നിട്ടുണ്ട്. അത് ആസിഫ് അലിയുടെ പേജിലൂടെയാണ് വന്നിരിക്കുന്നത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എന്താണ് ഒരു ഭയങ്കര സന്തോഷമാണെന്നറിയാം. അത് എങ്ങനെയാണ് ബാക്കിയുള്ളവർ, നാട്ടുകാർ കണ്ടു, വീട്ടുകാർ കണ്ടു, എല്ലാവരും കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡയലോഗ് പോലും ഞാൻ മറന്നിട്ടില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ശരിയാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടല്ലോ. അത് അത് ഹിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്കും നാട്ടുകാർക്കും ഭയങ്കര സന്തോഷമായി. അതെല്ലാവരും അപ്പം തന്നെ ഏറ്റെടുത്ത് ഇവിടെ സ്പ്രെഡായ പോലെ ഇവിടെ മൊത്തം ഇതായി. അന്ന് സംവിധായകൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ചേച്ചി ഒരു 10-30 പേരെ കൂട്ടിയിട്ടാണ് സിനിമ കാണാനായിട്ട് വന്നത്. വന്നു കഴിഞ്ഞപ്പോഴത്തേനും വന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ സീൻ കട്ട് ചെയ്ത് കളഞ്ഞല്ലോ എന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരഞ്ഞു എന്ന് പറഞ്ഞു. എന്താ പെട്ടെന്ന് അങ്ങനെ തോന്നാൻ കാരണം? അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഞാനിരുന്ന് സിനിമ കണ്ടതൊക്കെ ആസ്വദിൽ എല്ലാവരും ഉണ്ടല്ലോ, മുകളിലിരിപ്പുണ്ട് എല്ലാവരും. അപ്പോൾ ഇങ്ങനെ എനിക്ക് എൻ്റെ സെയിം ആരും പറഞ്ഞിട്ടില്ല, അറിയിച്ചില്ലായിരുന്നു എന്നെ. കട്ട് ചെയ്ത് കളഞ്ഞ എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അവർ എന്തോ എന്നെ വിളിക്കുന്നത് സുമേഷ് എന്ന് പറഞ്ഞ വെച്ചാണ്. അപ്പോൾ തലേ ദിവസം ഇങ്ങനെ നമുക്ക് ടിക്കറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ എനിക്ക് വേണ്ടി വേറെ കാശ് മുടക്കി വേറെ അപ്പുറത്ത് കുറച്ച് പേരുണ്ടായിരുന്നു. ഇവിടെ കയറാൻ പറ്റില്ല, ഇവിടെ നമ്മുടെ ഇതിലുള്ളവർ മാത്രം, സിനിമക്കാരും അങ്ങനെയൊക്കെ. അപ്പോൾ അപ്പുറത്ത് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നമ്മൾ ഉറപ്പിച്ചിരിക്കുമല്ലേ ഇപ്പോൾ വരും എന്ന് പറഞ്ഞു. അങ്ങനെ ഈ സാറിൻ്റെ കൈ ആക്സിഡൻ്റ് ആവുന്നൊരു സീനുണ്ട്. അപ്പോൾ ബാഗ് ഇട്ടുണ്ടെന്നപ്പോൾ ഞാൻ കൂട്ടുകാരോട് പറഞ്ഞു, എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അവരോട് പറഞ്ഞ് ഇനി വരാൻ സാധ്യതയില്ലെന്ന് വെച്ചാൽ 3/4 ഭാഗം കഴിഞ്ഞ്. അപ്പോൾ എൻ്റെ അടുത്ത് ബാഗ് ഇട്ടുണ്ടല്ല സാറ് വന്നത്. അപ്പോൾ അവർ പറഞ്ഞു, നീ അവിടെ സിനിമ തീർന്നില്ലല്ലോ. പിന്നെ ഇങ്ങനെ നെഞ്ചിരിപ്പൊക്കെ കൂടി സിനിമ ശരിക്കും ആസ്വദിക്കാൻ പറ്റില്ല എനിക്ക് പിന്നീടുള്ള ഭാഗം. അപ്പോൾ ഇങ്ങനെ എഴുതി കാണിക്കുന്നു. പിന്നെ എനിക്ക് ശരിക്കും ഒരു ഭയങ്കര എന്താ ആ മാനസികാവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഭയങ്കര വിഷമായി പോയി. ഞാനിങ്ങനെ എല്ലാവരോടും, നാട്ടുമ്പുറമല്ല, എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞു പോയി. ഞാനിങ്ങനെ അഭിനയിച്ചു, സാറിൻ്റെ കൂടെയാണ്, സാർ അപ്പം തന്നെ ഷൈക്കാൻ്റെ ഒന്ന് നന്നായി ചെയ്തെന്ന് പറഞ്ഞു. വേറൊരു പയ്യനെ നിർത്തി ചെയ്തിട്ട്. അപ്പോൾ അതുപോലും എനിക്കറിയില്ലായിരുന്നു. കഴിഞ്ഞെന്നോർത്ത് വെള്ളിയാഴ്ച കഴിഞ്ഞില്ലെന്ന് പറഞ്ഞ് സാറ് വന്ന് നിന്നപ്പോൾ സാറ് ആണ് നിൽക്കണേന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും അതുപോലെ പറയാൻ പറ്റില്ല. അപ്പോൾ സാറ് തന്നെ ഞാൻ സിമ്പിളാണെന്ന് എനിക്ക് ബോധ്യപ്പെടുത്തി തന്നു. ആ ഒരു ഇതുണ്ട്. എന്ന് വെച്ചാൽ ചേച്ചി മേടിച്ചു പോയാന്ന് തന്നെ ചോദിച്ചാൽ പറയാൻ പറ്റാൻ. അപ്പം ഞാൻ ചോദിച്ചാൽ പറഞ്ഞു, ചേച്ചി അവനോട് പറഞ്ഞില്ലേ, അതുപോലെ എന്നോട് അതുപോലെ എന്നെ പറഞ്ഞാൽ മതി, നന്നായി പറഞ്ഞു. അപ്പം എനിക്ക് സിമ്പിളാണല്ലോ അങ്ങനെ ഞാൻ അതുപോലെ തന്നെ പറഞ്ഞ സീനാണ് കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞ് അപ്പം തന്നെ എടുത്തു. അത് പിന്നെയും എടുക്കേണ്ടി വന്നില്ല. അപ്പോൾ നന്നായി ചെയ്ത് ചേച്ചിയെന്ന് പറഞ്ഞ് പിടിച്ച് ഷൈക്കാൻ്റെ എന്നിട്ട് പോയി. അപ്പം എന്നെ ഇങ്ങനെ പിടിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പിടിച്ചു. അത്രയ്ക്ക് ഇങ്ങനെ. അപ്പോൾ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത്. അപ്പം ഞാൻ എക്സൈറ്റ്മെൻറ്റിൽ ഫോട്ടോ എടുക്കുന്ന കാര്യമൊക്കെ വിട്ടുപോയി. ഭയങ്കര മനസ്സ് നിറഞ്ഞാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട്
ഓടിച്ചെന്ന് ഇത് ഓർത്ത് ഓടിച്ചെന്നപ്പോൾ കുറച്ച് മാറിയായിരുന്നു ഒരു കടയിലാണ്, തയ്യക്കടയിലാണ് അടുത്താണ്, കുറച്ച് മാറിയാണ് ഷൂട്ടിങ് സ്ഥലം. അപ്പോൾ അവിടെ ചെന്നപ്പം ഓടിച്ചെന്നപ്പം സാറ് പോയായിരുന്നു. അപ്പം മറ്റേ കുറച്ച് പേര് ഈ ജോബിൻ സാറൊക്കെയാണ് ഞാൻ എടുത്താൽ മതിയോ എന്ന് ചോദിച്ചു ഫോട്ടോ എടുക്കാൻ വന്നത്. എനിക്കറിയില്ലല്ലോ. അപ്പം ഞാൻ നല്ല ഒരു പയ്യനല്ലേ എടുത്തോട്ടെ എന്ന് പറഞ്ഞു. എന്താ ഫോട്ടോയൊക്കെ ഇപ്പോൾ എനിക്ക് ഉപകാരപ്പെട്ടില്ലേ സാറ്. അപ്പോൾ അവരെല്ലാവരും ആ ടീം തന്നെ സിമ്പിളാണ്. ഇപ്പം അന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ലെങ്കിലും അതിനുശേഷം സിനിമ കണ്ടിറങ്ങി, അതിനുശേഷം അവിടെ നിന്നൊരു കരഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം പ്രസ് മീറ്റിന്റെ സമയത്തായിരുന്നു ചേച്ചി വന്നിട്ട് ആസിഫ് അലി നേരിട്ട് വന്ന് കണ്ട്. അതെ, പ്രസ് മീറ്റിന് എത്താൻ പറ്റില്ല. അതിനുശേഷമാണ് ചേച്ചി വന്ന് കണ്ടതിന് ശേഷം ചേച്ചിയോട് പറഞ്ഞു അടുത്ത സിനിമ നമ്മൾ ഒരുമിച്ച് ചെയ്യാം. ഞാനിവിടെ തിരിച്ചു പോന്നു, ഇത് കഴിഞ്ഞിട്ട് ഞാൻ പോന്നു. അപ്പം ഞാൻ എല്ലാവരോടും പറഞ്ഞു ഒന്നും പറയരുത്, കുറേ ആൾക്കാരുടെ പരിശ്രമമല്ലേ ഒരു സിനിമ. നമ്മൾ ഒന്നും പറയണ്ട, എന്തെങ്കിലും പറഞ്ഞിട്ട് അവർക്ക് സിനിമയുടെ ഒരു ഇത് വരണ്ടല്ലോ. അപ്പം എന്നോർത്ത് ഒന്നും പറയണ്ടെന്ന് വെറുതെ ഇങ്ങനെ പറഞ്ഞു. ഇതൊന്നും എനിക്കറിയില്ല, ഇത് എടുക്കുന്നുണ്ടെന്നോ പുറകിൽ ആൾക്കാർ ഇത് എടുക്കുന്നുണ്ടെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. ഈ സാറിനെ പിടിച്ചത് അതിൽ ഇങ്ങനെ എടുത്തിട്ടുണ്ടെന്നൊന്നും എനിക്കറിയില്ല. ഇറങ്ങിയിട്ട് അവരെയും കൂട്ടി പോരുവായത് അങ്ങ് വീട്ടിലെത്തി. ഭയങ്കര കരച്ചിൽ, വണ്ടിയിലൊക്കെ ഇരുന്ന് ഞാൻ കരഞ്ഞോണ്ടാ പോന്നു. വീട്ടിലെത്തി കഴിഞ്ഞിട്ട് ഇവിടെ ഞാൻ വന്നില്ല, ഞാൻ കൂട്ടുകാരത്തിൻ്റെ വീട്ടിലേക്കാണ് പോയത്. പിന്നെ അന്ന് ഇവരെയൊക്കെ എന്ത് പറയും എന്നുള്ളൊരിത് മോനോടപ്പം, മോനെ ഉണ്ടല്ലോ കാണാനുണ്ട്. അപ്പോൾ മോൻ എന്നെ വിളിച്ച് ഏതവസ്ഥയിലാണെന്നറിയാം. അപ്പോൾ ഞാൻ വേഗം കരയുമായത്. അങ്ങനെ ഞാൻ ഇവിടെ വന്നില്ല. ഇതുപോലെ പെണ്ണുങ്ങൾ നാടക കൂട്ടായ്മ ഉണ്ടല്ലോ, അതിൻ്റെ സ്ഥലത്തേക്കാണ് പോയത്. അപ്പോൾ അവരെല്ലാവരും വന്ന് പറഞ്ഞപ്പോൾ അവരൊക്കെ വിഷമത്തിലാണ്. അവർ പറഞ്ഞു അതൊക്കെ ഇങ്ങനെ ഉള്ളതാണെന്നൊക്കെ പറഞ്ഞ് എന്നെ സമാധാനിപ്പിക്കാനുണ്ടെന്നാലും അവിടെ ഇന്നപ്പോൾ തന്നെ വിളി വന്നു. അപ്പോൾ പിന്നെ അവരും കേട്ടോണ്ടിരിക്കുവാണ്. പെട്ടെന്ന് തന്നെ ക്രൗൺ പ്ലാസയിലേക്ക് വന്നോന്നും പറഞ്ഞിട്ട്. അപ്പം ഞാൻ എന്തായാലും അവിടെ നിന്ന് നമ്മൾ ബൈക്കിനാണെങ്കിൽ ഒരു 10-25 മിനിറ്റ് കൊണ്ട് എത്താൻ പറ്റും ബ്ലോക്കില്ലെങ്കിൽ. പക്ഷേ എനിക്ക് അന്നേരം കൈ സർജറി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വണ്ടി ഓടിച്ച് പോകാൻ പറ്റണില്ല. പിന്നെ ഞാൻ കൂട്ടുകാരത്തിനെ വിളിച്ച്, മക്കളിവിടെ ഇല്ല, കൂട്ടുകാരത്തിനെ വിളിച്ച് അവളുടെ ഭർത്താവ് വന്നിട്ട് വണ്ടി ഇടയ്ക്ക് വെച്ച് കേടായി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പ്രസ് മീറ്റ് കഴിഞ്ഞു, എത്താൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ അവർ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം നിന്നപ്പോൾ മമ്മൂക്കേനെ എന്തോ മീറ്റ് ചെയ്യാൻ പോയെന്ന് അങ്ങനെ പറഞ്ഞ് പിന്നെ കുറേ നേരം അവിടെ നിന്ന് പോന്ന് കുറച്ചിങ്ങനെ വന്നപ്പോൾ പിന്നെയും വിളിക്കുക, ചേച്ചി പോയായിരുന്നു ഉണ്ടോയെന്നും ചോദിച്ച് ഈ സുമേഷ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അപ്പം അത് വേഗം പിന്നെ വണ്ടി തിരിച്ച് ഓടി, വണ്ടി നിന്നും പോയി, പിന്നെ നിന്ന് പോയി. എന്നിട്ട് അവിടെ നിന്ന് കുറച്ചധികം ഓടിയാണ് അവിടെ വരുന്നത് എല്ലാവരും കൂടി. അപ്പോൾ പൊതിഞ്ഞപ്പോൾ അവർ കേട്ടിട്ടുണ്ടല്ലോ, മറ്റേ ഇതുപോലെ എടുക്കുന്ന പിള്ളേരൊക്കെ കേട്ടിട്ടുണ്ട്. അവർ അതുകൊണ്ട് സുലൈ ചേച്ചിയാണോ എന്ന് ചോദിച്ച് ഓടി വരുക. അപ്പം ഞാൻ ഞെട്ടിപ്പോയി, ഇതെന്താ ഇങ്ങനെ പറഞ്ഞു. ചേച്ചിനെ പറ്റി ഇപ്പോൾ ആസിഫ് സാറ് പറഞ്ഞു ഞങ്ങളുണ്ടായി, അപ്പോൾ ഇപ്പോൾ ചേച്ചിനെ കാണാതിരിക്കുക അങ്ങനെയൊക്കെ. അപ്പോൾ അവന് ഭയങ്കര, ഞാൻ അവിടെ ഇരുന്ന് അന്ന് എല്ലാം കണ്ടല്ലോ. അത് കഴിഞ്ഞതിന് ശേഷം ആസിഫ് വിളിച്ചിരുന്നോ? ഇല്ല, വിളിച്ചിട്ടില്ല. ക്രൂയിന്ന് വിളിച്ചിട്ടൊക്കെ എന്താ പറഞ്ഞു അവര്? എല്ലാവർക്കും സന്തോഷമല്ലേ, എനിക്ക് ഭയങ്കര സന്തോഷമല്ലേ, ഇതൊക്കെ കാണുന്നുണ്ടാവുമല്ലോ. പിന്നെ ഇനി എന്ത് പറയാൻ. ആദ്യമായിട്ടാണോ സിനിമയിലേക്ക് അഭിനയിക്കുന്നത്? ആദ്യത്തെ സിനിമയാണ്. അതെ. ഇതിനു മുമ്പ് ഇപ്പം എന്താ ചെയ്തോണ്ടിരുന്നേ? ഞാൻ ഓട്ടോ ഓടിക്കല്ലേ, ജോലി അതാണ്. നേരത്തെ ഒത്തിരി വേറെ ജോലിക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പം സ്വന്തമായിട്ട് വരുമാനം, ആരുടെ വഴക്കൊന്നും കേൾക്കാതെ ജോലി ചെയ്യാമല്ലോ. നമ്മൾ ഒത്തിരി വഴക്കൊക്കെ കേട്ട് ജോലി ചെയ്തത്. അപ്പം സ്വന്തമായിട്ടാകുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് പോകാമല്ലോ എന്നോർത്ത് ഇത് കണ്ടുപിടിച്ചു. 15 വർഷത്തോളമായി ഓട്ടോ ഓടിക്കുന്നു. നല്ല ജനങ്ങൾ നല്ല സപ്പോർട്ടാണ്. അപ്പം ഞാൻ ഇവിടെ ഈ ഗ്രന്ഥശാലയുടെ ഭാഗമായിട്ട് സഞ്ചരിക്കുന്ന വായനശാലയെന്നും പറഞ്ഞ് സൈക്കിളിൽ പുസ്തകം വീടുകളിൽ കൊണ്ടു നടന്ന് കൊടുക്കുമായിരുന്നു. അങ്ങനെയാണ് എനിക്ക് ജനങ്ങളായിട്ട് ഇത്ര ബന്ധം വന്നത്. പിന്നെ ഞാനിവിടെ ജനിച്ചു വളർന്നതാണ്. വടക്ക് ഉദയംപേരൂർ പഞ്ചായത്താണ്. വടക്ക് അറ്റത്തുനിന്ന് തെക്കറ്റത്തോട്ട് വിവാഹം കഴിച്ചു കൊണ്ടുവന്നേക്കാണ്. അപ്പോൾ ആ പുസ്തക വിതരണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എല്ലാവരുമായിട്ട് നല്ല ഇതായി. അതും വാർത്തയിട്ടുണ്ട് കേട്ടോ, സഞ്ചരിക്കുന്ന വായനശാല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിങ്ങനെ ഷെൽഫുകളിലിരുന്ന് പൊടി പിടിക്കണതിന് എല്ലാവരും വായിപ്പിക്കാൻ ഇറങ്ങിയതാണ് ഞാൻ. അപ്പോൾ അതൊരു എല്ലാവർക്കും നല്ലൊരു ഇഷ്ടമായിരുന്നു. ഇപ്പോൾ വന്നെടുക്കാൻ നേരമില്ല, ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുമ്പ്, ഈ 15 വർഷത്തിന് മുമ്പ്. ഈ ഫാമിലി എന്നുള്ള സപ്പോർട്ടൊക്കെ എങ്ങനെയാണ്? അതാണ് എൻ്റെ വിജയം. എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. എൻ്റെ മക്കളും എൻ്റെ ഭർത്താവാണിത്. ഭർത്താവിൻ്റെ ഒരു സഹോദരി ഉണ്ട് ഇവിടെ. അപ്പോൾ ചേച്ചിയാണെങ്കിലും നല്ല സപ്പോർട്ടാണ്. കുടുംബത്തിൽ സപ്പോർട്ടില്ലെങ്കിൽ നമുക്കൊന്നും ആകാൻ പറ്റില്ല.
അത് നിങ്ങളോടും കൂടി ഞാൻ പറയുകയാണ്. പെണ്ണുങ്ങൾക്ക് അതിൻ്റെതായ സപ്പോർട്ട് കൊടുത്താൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ആകാൻ കഴിയും. ഇപ്പം നാടകത്തിൽ തന്നെ അഭിനയിക്കാൻ എത്രയോ പേർക്ക് ഇഷ്ടമുണ്ട്, വിടാത്തവർ ഒരുപാട് പേരുണ്ട്. ചേച്ചി ഏത് പ്രായത്തിലാണ് നാടകം ചെയ്തു തുടങ്ങി? ഞാനിപ്പോൾ അല്ലേ, എൻ്റെ മക്കളൊക്കെ വലുതായി കഴിഞ്ഞല്ലേ, ഇപ്പം 5 വർഷത്തോളമല്ലേ. അതായത് കുഞ്ഞു പ്രായത്തിൽ എനിക്കിഷ്ടമായിരുന്നു. എൻ്റെ ഇളയങ്ങളെന്ന് ഈ ഏകാംഗ നാടകമൊക്കെ പണ്ട് ഞങ്ങളുടെ ചെറുതിൽ അതല്ലേ ഏകാംഗ നാടകം എന്ന് പറയുന്നത്. അപ്പോൾ ആ നാടകമൊക്കെ ഇങ്ങനെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഒരു നാടകത്തിൽ ഒരു കുഞ്ഞു വേഷം ചെയ്യാനായിട്ട് വിളിച്ചപ്പം മൂത്ത അങ്ങളെ അമ്മയും സമ്മതിച്ചില്ല, അച്ഛനില്ല. അപ്പം അച്ഛൻ ഒരു ചെറുതിലേ മരിച്ചു പോയതാണ്. അപ്പം അങ്ങനെ പെൺപിള്ളേർ അങ്ങനത്തെ ഞങ്ങളുടെയൊക്കെ ചെറുതിൽ അങ്ങനെ വിടൂല്ലല്ലോ. അപ്പം ആ സങ്കടം ഈ പ്രായത്തിലാണ് തീർത്തത്. അപ്പം സ്വന്തം ഇഷ്ടപ്രകാരം നമ്മൾ ഇറങ്ങി നാടകം എഴുതിപ്പിച്ച് നാടകാരങ്ങിലെത്തിക്കായത്. മക്കളാണോ കൊണ്ടുവിടുന്ന സ്ഥലം? അതെ അതെ അതെ. ഞാൻ ഓട്ടോ ഉള്ളതുകൊണ്ട് തന്നെ പോകും, തന്നെ വരും. പക്ഷെ ഇപ്പം കൈ വയ്യാതിരുന്നിട്ട് എല്ലായിടത്തും അവരെ കൊണ്ടുപോകണമൊക്കെ. ഈ ആക്സിഡന്റ് പറ്റിയതിന് ശേഷമാണോ ഈ സിനിമയിലേക്ക് വിളി വന്നത്? രേഖാചിത്രത്തിൽ ഇതിപ്പോഴല്ലേ? ഇപ്പോഴാണോ? അതിനുശേഷമാണോ വന്നത്? ഇതിപ്പോഴാ. ഷൂട്ടിങ്ങിനൊക്കെ അവൻ കൊണ്ടുപോയി, വെളുപ്പിന് പോകണമല്ലോ. ആ ഷൂട്ടിംഗ് അല്ല, പൈങ്കിളി കിട്ടിയായിരുന്നേ. ഓഡീഷന് പോയിട്ട് പൈങ്കിളിയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അടുത്ത ചിത്രത്തില്. അപ്പം അത് മോൻ കൊണ്ടുപോയിട്ടായിരുന്നു, വെളുപ്പിന് പോകണമായിരുന്നു. അത് ഓഡീഷന് പോയി കിട്ടിയത്. നാടകക്കാർക്ക് ഓഡീഷൻ്റെ ഇത് കിട്ടിയിട്ട് പ്രസാദ് എന്ന് പറഞ്ഞ അത് പയ്യൻ എനിക്ക് അയച്ചു തന്നു. അപ്പം അങ്ങനെ കിട്ടി ഓഡീഷൻ. ഞങ്ങൾക്ക് എല്ലാവർക്കും പോകാമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് 2 പേർക്ക് കിട്ടി, പുരുഷൻ ചേട്ടനും എനിക്കും കിട്ടി. വേറെ ഏതൊക്കെയാ പടം ചെയ്തേക്കണേ ഇപ്പം? വേറെ എങ്ങനെയുണ്ടോ? പൈങ്കിളി അല്ലാണ്ട് രേഖാചിത്രം പൈങ്കിളി? ഇല്ല ഇല്ല, ഇത് രണ്ടും മാത്രമേ ഉള്ളൂ. ഒരു ഇതിൽ നേരത്തെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അവർ പറഞ്ഞിട്ട് ഇങ്ങനെ പോയിട്ടുണ്ട്. അതിൻ്റെ പേര് പോലും എനിക്കറിയില്ല, നമ്മളെ തിരിച്ചറിയാൻ പോലെയില്ല. അത് ദിലീപുണ്ട്, സിദ്ദിഖുണ്ട്. അതെന്ന് വെച്ചാൽ എന്താ ഒന്നും അറിയില്ല, ഓട്ടം പോയതാ. അപ്പോൾ ഒന്ന് നിൽക്കാൻ പറഞ്ഞ് അങ്ങനെ നിന്ന ജൂനിയർ ആർട്ടിസ്റ്റായിട്ട്. അത് ആ പടത്തിൻ്റെ പേര് പോലും എനിക്കറിയില്ല. ഒത്തിരി നാൾ മുമ്പാണോ? അല്ല, കുറെ ഇത് ഇങ്ങനെ ഇതിൻ്റെയൊക്കെ ഇടക്കാണത് നിൽക്കുന്നത്. ഇപ്പൊ ആസിഫലിയായിട്ടുള്ള ഒരു സൗഹൃദം എങ്ങനെയായിരുന്നു സെറ്റിൽ വെച്ച്? സെറ്റിൽ വെച്ച് ഞാൻ പറഞ്ഞില്ലേ, സെക്കൻഡ് അത്രയും നേരം മാത്രമല്ലേ ഞാൻ സാറിനെ കണ്ടോളൂ. സാറപ്പോൾ സിമ്പിളാന്ന് എനിക്ക് ആ സെക്കൻഡ് നേരം കൊണ്ട് മനസ്സിലായല്ലോ. എങ്ങനെയായിരുന്നു സംസാരം? ആള് വളരെ സിമ്പിളാണ്. എങ്ങനെയായിരുന്നു സംസാര രീതിയൊക്കെ? അല്ലെന്നേ, ഞാൻ പറഞ്ഞില്ലേ ഈ പയ്യൻ നിന്നിട്ട് എടുത്തു. അപ്പം ഞാൻ ഓർത്ത് അതായിരിക്കും നമ്മുടെ സീനെന്ന് വിചാരിച്ച് നിന്നേക്കാൻ പോയപ്പോൾ മറ്റവരൊക്കെ പറയുമല്ലോ അല്ലേ ചേച്ചി, അത് എടുത്തു നോക്കിയതാണ്. എന്താ അതിന് പറയാൻ, മറ്റേ ആദ്യം എടുത്ത് അത് തന്നെ. അപ്പം ഇരുന്നിട്ട് പിന്നെ വന്ന് നിൽക്കണം, ഞാനിത് പറഞ്ഞ അവരെടുത്ത് നോക്കിയിട്ട് പിന്നെ വന്ന് നിൽക്കണ സാറാണ് എൻ്റെ അരികിൽ. അപ്പം ഞാൻ ഞെട്ടിപ്പോയി, പതറിപ്പോയെന്നൊക്കെ പറയില്ലേ. അതായത് നമ്മളിപ്പോൾ ഒരു നടന് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെയൊന്നും ഫോട്ടോ എടുക്കാനും ഇവരെയൊക്കെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ എപ്പോഴും എല്ലായിടത്തും ഇങ്ങനെ ഷൂട്ടിങ് സ്ഥലത്തൊക്കെ നമ്മൾ നോക്കി ചെന്നാലും അടുത്ത് കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് എൻ്റെ തൊട്ടടുത്ത് വന്ന് നിന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം പെട്ടെന്ന് പറയാൻ പറ്റിയില്ല, മുമ്പ് പറഞ്ഞ പോലെ പറയാൻ പറ്റിയില്ല. അതായത് ആ ഒരു ഇതില്ല. അപ്പോൾ അതും സാറിന് മനസ്സിലായതുകൊണ്ടായിരിക്കും. ചേച്ചി മേടിച്ചു പോയാ എന്നാൽ അപ്പം തന്നെ ചോദിച്ചു, ഞാൻ എന്നോടാ പറയണ്ടേന്ന്. ചേച്ചി മേടിച്ചു പോയാ? ചേച്ചി മേടിച്ചു പോയെന്ന് ചോദിച്ചു. ചേച്ചി മേടിച്ചു പോയാ എന്നോടാ പറയണ്ട, ഇപ്പം അവനോട് പറഞ്ഞില്ലേ അതുപോലെ അങ്ങ് പറഞ്ഞാൽ മതി. ഇന്ന് ആ പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ, ഒരു നടനെ അങ്ങനെ പറഞ്ഞു തരേണ്ട കാര്യമില്ല. വെറുതെ നമ്മൾ നോക്കാതെ പോലും അടുത്ത് വന്ന് നിൽക്കുള്ളല്ലേ. അപ്പം അങ്ങനെ പറഞ്ഞു തന്നപ്പോൾ തന്നെ ആള് സിമ്പിളാന്ന് എനിക്ക് മനസ്സിലായി. അത് ഞാൻ മോനോടൊക്കെ വന്ന് പറയുകയും ചെയ്തു. അപ്പം ആ ഒരു എക്സൈറ്റ്മെന്റിൽ പടം എടുക്കാൻ അപ്പം തന്നെ ഷൈക്കാൻ്റെ വന്നു ഇങ്ങനെ പിടിച്ചു. അപ്പം ഞാനും ഇങ്ങനെ പിടിച്ചു. അപ്പോൾ എനിക്ക് കിട്ടിയ ആദ്യത്തെ അംഗീകാരമല്ലേ അത്. അപ്പം ആ പിള്ളേരൊക്കെ പറയുകയും ചെയ്തു, ചേച്ചി നന്നായി ചെയ്തു, ചേച്ചി സാറ് തന്നെ അഭിനന്ദിച്ചില്ല എന്നൊക്കെ. അപ്പം എന്തായാലും ഈ സീൻ പോവില്ലല്ലോ, നമുക്ക് അങ്ങനെ ഒരു ഇതും കൂടിയുണ്ട്. എല്ലാവരും മറന്നൊക്കെ പോയി കാണും, അത് പക്ഷെ ഞാൻ മറക്കില്ലല്ലോ. അപ്പം ഇവിടെ ഒന്നും എല്ലാവരും അത് കഴിഞ്ഞ് ഡബിങ്ങിന് വിളിച്ചു. അപ്പം പിന്നെ ഉറപ്പായല്ലോ. അപ്പം എല്ലാവരും ചോദിക്കുമല്ലോ ഡബിങ് ഉണ്ടോ? ആ ഡബിങ് ഉണ്ട്. അപ്പം പിന്നെ പോകില്ല. അപ്പം ഇവരും ഒക്കെ ഉറപ്പിച്ചു, നാട്ടുകാരും ഒക്കെ ഉറപ്പിച്ചു ഡബിങ് ഉണ്ട്. അപ്പം അത് മാറ്റില്ലല്ലോ.
അങ്ങനെയാണ് പോയത്. മാറ്റിയത് നമ്മൾ അറിഞ്ഞില്ല. അത് ശരിക്കും സുമേഷ് പറഞ്ഞു പറയാൻ പറ്റിയില്ല, ഇതെല്ലാം അറിയാതെ സംഭവിച്ച കാര്യങ്ങളാണ് അവർക്കും. അപ്പം അതൊക്കെ നിയോഗമാണ് പിന്നെ വന്നത്. എൻ്റെ ഭാഗ്യമായിട്ട് ഇപ്പം ഞാൻ കരുതണം. അന്ന് ഞാൻ അതുപോലെ എൻ്റെ മാനസികാവസ്ഥ പറഞ്ഞറിയിക്കാൻ പറ്റും. നാട്ടുകാരൊക്കെ എന്താ പറഞ്ഞത്? ഇങ്ങനെ സീൻ ഡിലീറ്റ് ആയി പോയി കളിയാക്കലുകൾ എന്തെങ്കിലും വന്നില്ലല്ലോ, വീട്ടിൽ വന്നില്ല. ഇല്ലല്ലേ? കളിയാക്കല് ഉണ്ടായിന്ന് വെച്ചാൽ അങ്ങനെയല്ല, അതങ്ങനെയൊക്കെയല്ല, ഇനി അത് കാണിക്കണോ അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു അങ്ങനത്തെ കളിയാക്കലേക്ക് പറഞ്ഞില്ല ആരും, അങ്ങനെ പറയില്ല. അപ്പം അല്ലാതെ അതങ്ങനെ സിനിമ അങ്ങനെ നമ്മളൊക്കെ അവർ ഇത് തികഞ്ഞില്ലെങ്കിൽ നമ്മുടെയൊക്കെ ഭാവം മാറ്റുള്ളൂ. സാധാരണക്കാരെ നമ്മളറിയപ്പെടുന്നവരൊന്നും അല്ലല്ലോ. പക്ഷേ നമ്മുടെ വേദന അത് എത്ര വലുതായിരുന്നെന്ന് സാറും ടീമും അത് മനസ്സിലാക്കി. അതിലെനിക്ക് ഒരുപാട് നന്ദി അവരോടൊക്കെ ഉണ്ട്. ഇപ്പോൾ ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞു. ഹസ്ബൻഡ് ഉണ്ട്, മക്കള് 2 പേരുണ്ടല്ലേ? ഹസ്ബൻഡ് ഉണ്ട്. ഒന്ന് ചേട്ടനെ ഒന്ന് വിളിച്ചാലോ? ചേട്ടായി ചേട്ടാ പേരെന്താണ്? ശിവദാസൻ. ഓക്കെ. സിനിമയിൽ സീൻ ഡിലീറ്റ് ആയിപ്പോയെങ്കിൽ ഇപ്പോൾ അത് സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട്, കണ്ടിരുന്നു. അത് എങ്ങനെയുണ്ട്? ചേച്ചിയുടെ കരച്ചിലുണ്ടായിരുന്നോ? കണ്ടില്ല, വന്നിട്ടില്ലേ മക്കളാ പറഞ്ഞത് അച്ഛനോ. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഞാനിവിടെ വന്നിട്ടില്ല. ഞാൻ ഇവിടെ വരാതെ തന്നെ നേരെ കളരിയിലേക്ക്. പിന്നെ ഞാനിവിടെ വന്നത് സന്തോഷവതിയായിട്ട് തന്നെ. ചേട്ടൻ അതാ കണ്ടത്. ഇപ്പൊ ചേച്ചി നേരത്തെ മുതൽ അഭിനയിക്കണമെന്നൊരു ആഗ്രഹമൊക്കെ ഉള്ള ആളാണ്. അതിന് എത്രത്തോളം ചേട്ടൻ ഒരു സപ്പോർട്ട് കൊടുക്കുന്നത്? എനിക്ക് കുഴപ്പമില്ല, അയാളുടെ ഇഷ്ടത്തിന് നടക്കുക എന്നുള്ള ഒരു ഉണ്ട്. അതായത് പിള്ളേരും അങ്ങനെ തന്നെ ഉണ്ടാവും. പിന്നെ ഞാനായിട്ട് അതിലോട്ട് വരുന്ന നിൽക്കില്ല. പിള്ളേര് പറയാം അമ്മച്ചിയുടെ ഇഷ്ടം പോലെ ആയിരിക്കും. ഇപ്പൊ ഇത്രയൊക്കെ ആയിക്കോളൂ, ഇത്ര വലുതായി കഴിയുമ്പോഴത്തേക്കും ഞാൻ നോക്കട്ടെ കാര്യം എന്ത് വേണം ചെയ്യാന്ന്. അങ്ങനെ സിനിമയ്ക്കൊക്കെ പോകാറുണ്ട് ഞങ്ങൾ എപ്പോഴും. സിനിമ പോകും ഞങ്ങള്, പിള്ളേരും ഒക്കെ ഇത് എപ്പോഴും. പിന്നെ ഞാനിവിടെ അയൽവക്കത്തെ പെണ്ണുങ്ങളെയൊക്കെ ആയിട്ട് ഞങ്ങൾ ഓട്ടോക്ക് സാധാരണ സിനിമ ആവുമെന്ന് പറയുമ്പോൾ നല്ല സിനിമ ഇത് എന്ന് പറയും. ഞങ്ങളെല്ലാതും മിക്ക സിനിമയും കാണാറുണ്ട്. ഇവിടെ ആൾക്കാരൊക്കെ ആയിട്ട് പോയി. അത് അഭിനയിച്ചിട്ടല്ല, അല്ലാതെ ഞങ്ങൾക്ക് സിനിമ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇവർക്കൊക്കെ ഞാൻ കൊണ്ടുപോകുമ്പോൾ അതൊരു ഭയങ്കര ഇതാണ്. വണ്ടിയിൽ ഞങ്ങൾ 5-6-7 പേരൊക്കെ ആ വണ്ടി പോകും. അപ്പോൾ ഇപ്പോഴാണ് ഇങ്ങനെ നമ്മുടെ ഡ്രൈവർ സീറ്റിൽ ഇരുത്തിയൊക്കെ കൊണ്ടുപോകാൻ പറ്റാത്ത. ഇപ്പം കുറച്ചായുള്ളൂ. ക്യാമറ ഉണ്ടല്ലോ, ആ ക്യാമറ കട്ട് ചെയ്ത് ഞങ്ങൾ വേറെ വഴി കൂടെ കയറി ഞങ്ങൾ പോകും 5-6 പേര്. അവിടെ തിയേറ്ററിൽ ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ സെക്യൂരിറ്റി ചിരിയാകും. ഇത്രയും പേരെ കയറ്റിക്കൊണ്ട് ഇത്രയും പേരെ കയറ്റിക്കൊണ്ട് വന്നാന്നും ചോദിച്ചു. അപ്പം അല്ലെങ്കിൽ അവർ പോവില്ല ഈ പെണ്ണുങ്ങളെ. അപ്പം അങ്ങനെയും കൊണ്ടൊക്കെ കാണിക്കണം. അപ്പം എൻ്റെ സിനിമ എന്ന് പറയുമ്പോൾ അതിനൊരു ഇത് കൂടുതലുണ്ടല്ലോ. അപ്പോൾ അവരെല്ലാവരും കൊണ്ടുപോകണ്ട, അവര് പോയി കണ്ടോളൂ. അന്നേരം ഇത് കുഴപ്പമില്ല, അതൊരു നിയോഗമായി, നിമിത്തമായി, പുതിയൊരു കാൽവെപ്പായിട്ട് മാറിയില്ലേ. അപ്പൊ ഇനിയിപ്പോ പുതിയ പുതിയ സിനിമകൾ, നല്ല നല്ല സിനിമകൾ എല്ലാം കിട്ടട്ടെ. ഓക്കെ, അപ്പൊ എല്ലാവിധ ആശംസകളും. മോനെ ഇതുപോലെ തന്നെ മൂത്താള്.